ഇനി സോളാർ വെച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ബേസിക്കലി ആ ഒരു നിയമത്തിന്റെ ഭാഗമായിട്ട്? അതെ, ഇപ്പൊ വെച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ ഒക്ടോബർ 1 വരെ അവർ സേഫാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞല്ലോ. അതായത് ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു കമ്പനിയെ ഡിപ്പെൻഡ് ചെയ്തിട്ട് സോളാർ വെക്കാൻ വേണ്ടി നിൽക്കുകയാണെങ്കിൽ അത് എത്രയും പെട്ടെന്ന് പ്രോസസ്സ് ചെയ്ത് തീർക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മുടെ വീട്ടിൽ ഇപ്പോൾ 5 കിലോവാട്ട് ചെയ്യണം, അല്ലെങ്കിൽ 10 കിലോവാട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കമ്പനികളൊക്കെ നമ്മളിപ്പോൾ ഓൾറെഡി അപ്രോച്ച് ചെയ്തിട്ടുണ്ടാവല്ലോ. അവരുമായിട്ട് എത്രയും പെട്ടെന്ന് ധാരണ എത്തുക, വർക്ക് എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യുക. ഞാൻ പറയുകയാണെങ്കിൽ ഒറ്റയടിക്ക് മെറ്റീരിയൽ ഇറക്കിയിട്ട് ഒറ്റ ഇൻസ്റ്റാളേഷനിൽ തന്നെ ചെയ്ത് തീർക്കുക. പിന്നെ നെറ്റ് മീറ്ററിംഗ് അവൈലബിൾ ആണെങ്കിൽ അത് റെന്റലിന് കിട്ടുന്നതാണ് KCB. അങ്ങനെ കിട്ടുന്നുണ്ടെങ്കിൽ അത് റെന്റലിൽ തന്നെ എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വാങ്ങി വെച്ച് കമ്മീഷൻ ചെയ്യുക എന്നുള്ളതാണ്. കാരണം ഒക്ടോബർ 1 മുമ്പ് കമ്മീഷൻ ചെയ്യുന്ന എല്ലാ പ്രോജക്റ്റുകൾക്കും പഴയ നിയമമായിരിക്കും പ്രാവർത്തികമായിട്ട് വരുന്നത്. അതായത് നെറ്റ് മീറ്ററിംഗ് തന്നെ ആയിരിക്കും. നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് തുല്യമായിട്ടുള്ള മൂല്യം കിട്ടുന്ന നിയമം തന്നെയായിരിക്കും ഉണ്ടാവുന്നത്. ഇപ്പൊ ഗവൺമെന്റ് തലത്തിലുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റ് എന്താണ് ഷെഫീഖ്? നമ്മുടെ നിലവിൽ ഇപ്പൊ ഞങ്ങളെ പോലുള്ള ഓർഗനൈസേഷൻസിന്റെ ആൾക്കാരും ഇവിടെ ഒരുപാട് നല്ല ഓർഗനൈസേഷൻസ് ഉണ്ട്. ക്രീബ ഉണ്ട്, മാസ്റ്റേഴ്സ് ഉണ്ട്, കോർ ഉണ്ട്, RECC ഉണ്ട്. അങ്ങനെയുള്ള എല്ലാ ഓർഗനൈസേഷൻസും കൂടിയിട്ട് ഗവൺമെന്റുമായിട്ട് ലൈസൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ മേഖലയിലുള്ള പ്രശ്നങ്ങളും അതേപോലെ സാധാരണക്കാരനെ ബാധിക്കുന്ന കാര്യങ്ങളൊക്കെ ഗവൺമെന്റുമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മാറ്റം ഉണ്ടാകും, നല്ലൊരു മാറ്റം ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു.